ഗുണ്ട എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഉണ്ടയല്ല കേട്ടോ, ഗുണ്ട. ഈ 2K കിഡ്സിനോട് പോയിട്ട് ഗുണ്ട എന്ന് പറഞ്ഞാൽ അവർ ചിരിക്കും. കാരണം അവർക്കൊക്കെ റോക്കി ബൈ KGF പിന്നെ അങ്ങനത്തെയൊക്കെ സെറ്റപ്പാണ്. ഇപ്പോൾ അറിയാമല്ലോ നിങ്ങൾക്ക്, ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ഗുണ്ടാന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ചിരിയാണ്. 90s കിഡ്സിനോട് കേരളത്തിലെ ഗുണ്ടകളെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെ വായിലും വരുന്ന പേരുകളായിരിക്കാം അനസ് പെരുമ്പാവൂർ, മരട് അനീഷ്, അങ്ങനെ കുറച്ച് ആളുകളുടെ പേര് അല്ലേ. നമ്മൾ ന്യൂസിലൊക്കെ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പൊക്കെ ഇവരുടെ പൂന്ത് വിളയാട്ടവും, എവിടെ ന്യൂസ് എന്ത് അക്രമം ഉണ്ടായാലും ഇത് മരടിൻ്റെ ടീമാണോ അത് അനസിൻ്റെ ടീമാണോ, അങ്ങനെയുള്ള കുറേ പേരുകൾ. കാരണം ഇവർ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് അന്ന് ടിക്ടോക്കൊക്കെ ഉള്ള ടൈമിൽ ഭയങ്കര ആക്റ്റീവായിരുന്നു. അവരുടെ സ്ലോ മോഷൻ വീഡിയോസും അവർ ഒപ്പം ഒരു 10-20 ആളെയും കൊണ്ട് ഈ തെലുങ്ക് തമിഴ് സിനിമയിൽ വരുന്ന മാതിരി ഇറങ്ങി വരുന്നു. കൂളിംഗ് ഗ്ലാസ്, ഒപ്പം കുറച്ച് ജിമ്മന്മാർ, കാറ്. അപ്പം അങ്ങനെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അനസ് പെരുമ്പാവൂർ എന്ന് പറഞ്ഞ ഉണ്ടയായ കഥ. സീരിയസ് ആയിട്ടേ, ഇതൊരാളുടെ വെളിപ്പെടുത്തലാണ്. അനസ് പെരുമ്പാവൂരിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഔറംഗസേബ്, എന്താ പേരല്ലേ, അയാളുടെ വെളിപ്പെടുത്തൽ. അയാളൊരു ഗുണ്ടയാണ്. അയാളുടെ വെളിപ്പെടുത്തലാണ് അനസ് പെരുമ്പാവൂരിനെ കുറിച്ചിട്ട്. നാട് നടങ്ങുന്ന കേരള പോലീസ് വലവിരിച്ച് കാത്തിരിക്കുന്ന അനസ് പെരുമ്പാവൂർ ഇപ്പം എവിടെ, എന്ത് ചെയ്യുന്നു, ആരാണൊപ്പം, ഇയാൾ ശരിക്കും ഗുണ്ടയാണോ ഉണ്ടയാണോ, ഇതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഇപ്പം ഇന്നലെ മുതൽ News 18 കേരളത്തിൽ ന്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഗുണ്ടാ നേതാവ് പെരുമ്പാവൂർ അനസിനൊപ്പം താരങ്ങൾ, ദൃശ്യങ്ങൾ പുറത്ത്. ഇതിലിപ്പോൾ ഷിയാസ് കരീം, ശ്വേത മേനോൻ, മാളവിക, സ്വാസിക, പിന്നെ വിനയ് ഫോർട്ട്, ഒരുപാട് പേരുണ്ടോ ഇതിനകത്ത് ഫോട്ടോ ഇവർ വെച്ചിട്ടുള്ളത്. പിന്നെ ഗുണ്ടാ നേതാവിനൊപ്പമുള്ള ഇവരുടെ ബന്ധം എന്ത്, അതിനിടയിൽ ഷിയാസിൻ്റെ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ, അതായിരിക്കുന്നത് സ്വർണ്ണക്കടത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു തംനെയിലും അതിൽ ഷിയാസ് കരീമിൻ്റെ ഫോട്ടോ, അനസ് പെരുമ്പാവൂർ. അപ്പോൾ ഇങ്ങനെ കുറേ തംനെയിലുകളും ന്യൂസുകളും ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ റിലേറ്റ് ആയിട്ടുള്ള ഒരു സംഗതി എവിടുന്നാണ് തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ തുടക്കം എവിടുന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അനൂപ് ആക്ഷൻ വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പേജാണ് അങ്ങേരത് കുറച്ചും കൂടി ആക്റ്റീവായിട്ടുള്ളത്. യൂട്യൂബ് ചാനൽ അത്ര എനിക്ക് തോന്നുന്നത് അത്ര വ്യൂവും കാര്യങ്ങളും ഇല്ല. പക്ഷേ ഫേസ്ബുക്കിൽ ആൾ പുലിയാണ്. മില്യൺ വ്യൂസാണ് അങ്ങേരുടെ വീഡിയോസിനൊക്കെ പോണത്. അപ്പോൾ അനൂപ് ആക്ഷൻ വ്ളോഗ്സിൽ ഒരു വ്യക്തി വന്നിട്ട് ഈ അനസ് പെരുമ്പാവൂരിൻ്റെ ഇടം കൈയാണോ വലം കൈയാണോ ഏതോ ഒരു കൈ പറഞ്ഞു, അങ്ങനെ കൈയായിട്ടിരുന്ന ഔറംഗസേബ്, അങ്ങേരുടെ ഒരു ഇൻ്റർവ്യൂ അനൂപ് ആക്ഷൻ വ്ളോഗ്സിലുണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഇതിൻ്റെയൊക്കെ തുടക്കം വരുന്നത്. അതായത് അനസ് പെരുമ്പാവൂർ എന്ന് പറഞ്ഞ് ഗുണ്ടയാണോ അതോ ഉണ്ടയാണോ എന്നുള്ള ചോദ്യം. നമുക്ക് ഔറംഗസേബിൻ്റെ വെളിപ്പെടുത്തലുകൾ, ഒരു ഗുണ്ടാ വെളിപ്പെടുത്തലുകൾ നമുക്ക് കേൾക്കാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ശ്രദ്ധയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കാര്യം ചെറിയ ഗുണ്ടായിസും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നതാണ്. ഇപ്പോൾ പഴയമാതിരി ഒന്നും നടക്കണമില്ല. ചുമ വളരെയധികം 24 മണിക്കൂറും ചുമയാണ്. പഴയ പോലീസുകാർ ഇടിയാണ് ഇതിന്. അങ്ങനെ ഒരു കാര്യം ശ്രദ്ധപ്പെടുത്താൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം വളരെയധികം കഷ്ടപ്പാടാണ് ഞങ്ങൾ ഗുണ്ടകൾ അനുഭവിക്കുന്നത്. കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ആരും ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു വർക്ക് കിട്ടുന്നില്ല. വർക്ക് എടുക്കുന്നതിൽ ഒന്ന് നക്കപ്പിച്ച വർക്കിന് പോയി കഴിഞ്ഞാൽ അത് കേസാക്കിയിട്ട് പിന്നെ പിടിച്ച് അകത്തിടൽ, പിന്നെ ജാമ്യം എടുക്കാൻ അഡ്വക്കേറ്റിന് പൈസ കൊടുക്കൽ, ഇതിനെല്ലാം ഞങ്ങൾക്ക് ഫണ്ട് വേണം. അപ്പോൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനോട് താങ്കളൊരു ഗുണ്ടയാണ്, താങ്കൾക്ക് പെൻഷൻ വേണം എന്നൊക്കെ പറഞ്ഞത്? എന്താണ് സംഭവം, എന്താണ് കറക്റ്റായിട്ട്? താങ്കൾക്ക് എത്ര കേസുകളുണ്ട് ഇപ്പം? എനിക്കൊരു 10-16 കേസുണ്ട് ഓൾറെഡി. 16 കേസുണ്ട് അല്ലേ? അതെ. അതിൽ കൊലക്കേസുണ്ട്. കൊലക്കേസ് ഒരെണ്ണമുണ്ട്. അപ്പോൾ താങ്കൾ ആരാണ്, എന്താണെന്നൊക്കെ നമ്മുടെ പ്രേക്ഷകരൊന്ന് പരിചയപ്പെടുത്തും. എൻ്റെ പേര് ഔറംഗസീബ് എന്നാണ്. പക്ഷെ ഒരു രസത്തിന് വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തത്. ഇത് ഇപ്പം മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത് ഒരു രസത്തിന് വേണ്ടി ചെയ്താണ്. ഒരു ചുമ്മാ കോമഡിക്ക് വേണ്ടി ചെയ്താണ്. ഇപ്പോൾ വൈറലായി അല്ലേ? അതെ. ഇത് എത്ര ആളായി ചെയ്തിട്ട്? ഇതിപ്പോ ഒരു 2 മാസം ആറായിട്ടുണ്ട്. 2 മാസം. ഇപ്പോഴാണ് ഇത് വൈറലായി എല്ലാ വാട്സാപ്പിലൊക്കെ. ഓക്കെ, അപ്പോൾ ഒരു ഗുണ്ടയുടെ രോദനം, അങ്ങനെയാണ് ഈ ഒരു ഇൻ്റർവ്യൂവിലേക്ക് അനൂപ് ആക്ഷൻ വ്ളോഗ്സ് എത്തുന്നത്. അപ്പോൾ ഈ ഗുണ്ടയായ ഔറംഗസേബ് പറഞ്ഞ സർക്കാസ്റ്റിക്കായിട്ട് പറഞ്ഞു എന്നാണ് അങ്ങേര് പറയുന്നത്. പക്ഷേ അങ്ങേര് പറഞ്ഞതിലൊരു യാഥാർത്ഥ്യമുണ്ട്. കാരണം റിയൽ ഗുണ്ടകൾക്ക് ഇപ്പോൾ ഭയങ്കര സീനാണ്. കാരണം ഇവിടുത്തെ ഇപ്പോൾ റിയൽ ഗുണ്ടകൾ ഇവിടുത്തെ രാഷ്ട്രീയക്കാരും മത നേതാക്കന്മാരും ആയതുകൊണ്ട് തന്നെ പ്രൊഫഷണൽ ഗുണ്ടായിസം കാണിക്കുന്നവർക്ക് വളരെ കഷ്ടപ്പാടാണ്, പെൻഷൻ കൊടുക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് ഔറംഗസേബ് പറയാൻ പോകുന്നത് അനസ് പെരുമ്പാവൂർ എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് അനസ് പെരുമ്പാവൂരിനൊക്കെ അറിയില്ലോ ഇടേ, നിങ്ങൾക്ക് അറിയില്ല ഇടേ. സ്വർണ്ണക്കടത്ത്, സ്വർണം തട്ടിപ്പറിച്ചു പോക്ക്,
ഈ അടുത്ത് രാമനാട്ടുകരയിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വണ്ടി ഇടിച്ച് സ്വർണ്ണത്തിന് എസ്കോട്ട് പോയിരുന്ന വണ്ടി ഇടിച്ച് മരിച്ച ആളുകൾ ഈ അനസ് പെരുമ്പാവൂരിൻ്റെ ഗ്യാങ്ങപ്പെട്ടതാണ്. പിന്നെ എവിടെ എന്ത് നടന്നാലും അനസ് പെരുമ്പാവൂരിൻ്റെ ഒരു കൈ അങ്ങനെ മീഡിയയിൽ നിറഞ്ഞു നിന്ന് അതിനിടയിൽ ഇയാളെങ്ങാണ്ട് രാഷ്ട്രീയത്തിൽ ചേർന്നിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയാവാൻ പോകാന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു അനസ് പെരുമ്പാവൂര്. അപ്പം അങ്ങനെ അനസ് പെരുമ്പാവൂർ എന്ന് പറഞ്ഞ ഗുണ്ട ശരിക്കും ഗുണ്ടയാണോ ഉണ്ടയാണോ എന്നുള്ളത് ഇയാളിനി വെളിപ്പെടുത്താൻ പോവാണ്. പെരുമ്പാവൂർ അനസ് കുറെ നന്മകൾ ചെയ്യുന്ന മനുഷ്യനാണ്. കുറെ പാവപ്പെട്ടവർക്ക് അരി മേടിച്ചു കൊടുക്കുന്ന വീഡിയോസ് ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അരി മേടിച്ചു കൊടുക്കുന്ന പലചരക്കടയിലെ ആള് കഴിഞ്ഞ ദിവസം തന്നെ വിളിച്ചോളൂ. അവിടെ ഒരു 80,000 രൂപ കൊടുക്കാൻ എന്റെ പെരുമ്പാവൂർ കൊടുക്കാൻ അയാളെന്നെ വിളിച്ചോളൂ. ആ കാശൊന്നും കൊണ്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പെരുമ്പാവൂർ അനസ് അരി മേടിച്ചിട്ട് പൈസ കൊടുക്കാനുണ്ട്. അത് ഉറപ്പായിട്ടും നിങ്ങൾ വന്ന് ഞാൻ കാണിച്ചു തരാം. കടവരെ ഉൾപ്പെടെ ഞാൻ കാണിച്ചു തരാം. ഒരു റഹീം എന്ന് പറഞ്ഞാൽ കാശ് കൊടുക്കാനുള്ളത്. ഇപ്പൊ ഈ പാവപ്പെട്ട ബായിമാർക്കൊക്കെ അവിടെ ഫുഡ് കൊടുക്കുന്ന വീഡിയോ നിങ്ങൾ ടിക്ടോക്കിൽ നിങ്ങളൊക്കെ കൂടെ ഉണ്ടായില്ലേ? ഞാൻ കണ്ടുള്ള ഫുഡ് കൊടുക്കാൻ ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് മേടിച്ചായിരുന്നു. അയാളിപ്പോ ഒരാഴ്ച മുമ്പ് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. കുറച്ചാൾ മുമ്പ്, ഒരാഴ്ച അല്ല, ഒരു 1.5 മാസം മുമ്പ്. കാര്യം ആ ഹോട്ടലിൽ ബിരിയാണി എന്ന് മേടിച്ചതിന്റെ കുറച്ച് ഫണ്ട് പുള്ളി കൊടുക്കാനുണ്ട്. അത് കുറച്ച് കാശ് നമ്മളെല്ലാവരും പിരിവിട്ടാണ്, പിള്ളേർ പിരിവിട്ടാണ് കാശ് കൊടുത്തത്. പുള്ളി എല്ലാം ഫ്രണ്ടിൽ നിന്ന് കേൾക്കും, അത് ഞാൻ നൈസായിട്ടാണ് വലിയും. എല്ലാത്തിനും ഫ്രണ്ടിൽ പുള്ളി ഉണ്ടാവും. പിന്നെ ഇപ്പൊ ഈ അടുത്ത് തന്നെ ഇപ്പൊ കുറച്ച് ആൾക്കാർ വിളിച്ചിട്ട് എന്നെ പച്ചത്തേറി വിളിച്ചു പോണിക്കൂട്ടി. അപ്പൊ എനിക്ക് ആരാന്ന് മനസ്സിലായില്ല. പുള്ളിയുടെ മറ്റേ ഫേസ്ബുക്കില് ഇൻസ്റ്റാഗ്രാമിലും ഫോളോവേഴ്സിനെ കയറ്റിയതിന്റെ 1,800 രൂപ തരാൻ പറഞ്ഞു. പെരുമ്പാവൂർ അനസ് വരുന്നു, പെരുമ്പാവൂർ അനസ് അതെ കേരളത്തിലെ മുഖ്യമന്ത്രി ആകുമ്പോഴെന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു. അതെ, ആ വണ്ടിയുടെ കാശുകൾ ഇപ്പോഴും കൊടുക്കാനുണ്ട്. കുറെ ആൾക്കാർ പെൻഡിങ്. അന്ന് പോയ വണ്ടിയുടെ പൈസയും അന്ന് കുറെ പിള്ളേരെ കൊണ്ടുവന്നതിന്റെ പെട്രോൾ കാശൊക്കെ ഇപ്പോഴും കൊടുക്കാനുണ്ട്. പെട്രോൾ കാശ് പോലും കൊടുത്തിട്ടില്ലേ? ഞങ്ങൾ ശരിക്കും പറഞ്ഞ എല്ലാവരും ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, സത്യമാണ് ഈ പറയണത്. അല്ല, പുള്ളി സത്യം ഇല്ലെങ്കിൽ അങ്ങനെ ഒരു വേദിയിലൊന്നും പറയേണ്ട. ഇത്രയും വലിയൊരു പ്രശസ്തമായ ഉണ്ടാത്തലവനാണ്. അല്ല, പ്രശസ്തമായ ഉണ്ടാത്തലവെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്, പക്ഷെ നമുക്ക് തോന്നിയിട്ടില്ല. കാര്യം നമ്മൾ കൂടെ നടന്നും ഉറങ്ങി മിണിച്ച് ഇരുന്ന ആൾക്കാരാണ്, കൂടെ കിടന്ന ആൾക്കാരാണ്. അതെ, കൂടെ കിടന്നവനല്ലേ രാപ്പനി അറിയൂ എന്ന് പറഞ്ഞ പോലെ അനസ് പെരുമ്പാവൂർ എന്ന് പറഞ്ഞ ഗുണ്ടയെ ഉണ്ടയാക്കുന്ന രീതിയിലുള്ള വെളിപ്പെടുത്തലുകളാണ് ഇവിടെ ഔറംഗസേബ് നടത്തുന്നത്. അത് മൊത്തത്തിൽ അടികൂടി ഉടായ്പാണ്. ഈവൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുള്ള ഫോളോവേഴ്സ് വരെ വോട്ടടിച്ച് കയറ്റിയതാണ്. 1 രൂപ കയ്യിലെടുക്കാനില്ല, എല്ലാത്തിനും മുന്നിൽ നിന്നിട്ട് ബാക്കിയുള്ളവരെ കൊണ്ട് പൈസ പിരിവിട്ട് ഇടിപ്പിച്ച് തരാമെന്ന് പറഞ്ഞ് മുങ്ങുന്ന ഒരു ഭൂലോക ഫ്രോഡാണ് അനസ് പെരുമ്പാവൂർ എന്നാണ് ഈ പറഞ്ഞ ഔറംഗസേബ് പറയുന്നത്. ഓക്കെ, പറയുന്നതിൽ ഇതിപ്പോൾ എങ്ങനെ വിശ്വസിക്കുക എന്നുള്ളത് എനിക്കറിയില്ല. കാരണം പറയുന്നതേ ഗുണ്ട, പറയുന്നത് വേറൊരു ഗുണ്ടവനെ കുറിച്ച്. ഒരു ഫ്രോഡ് വേറൊരു ഫ്രോഡിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെങ്ങനെ വിശ്വസിക്കും എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ. ആണെങ്കിലും കേട്ട് വിശ്വസിക്കുന്നല്ലേ. കാരണം ഒപ്പം നടന്നവനല്ലേ. ഇനി ഇവർ തമ്മിലുള്ള വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ ഇനി വെളിപ്പെടുത്തലിൽ നിന്നുള്ള ഇത് നമുക്ക് അറിയാൻ പാടില്ല. എന്താണെങ്കിലും അനസ് പെരുമ്പാവൂർ എന്ന് പറയുന്നത് ഒരു 0 ഉണ്ടയാണെന്നാണ് ഇവിടെ ഔറംഗസേബ് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഇനി ഔറംഗസേബിൻ്റെ അടുത്ത വെളിപ്പെടുത്തലുകൾ, അതായത് ഈ അനസ് പെരുമ്പാവൂരിൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബിലൊക്കെ അടിച്ച് നോക്കിയാൽ മതി. കുറേ സ്ലോ മോഷൻ റീൽസ് ഒപ്പം 10 ആൾ നടന്നു വരുന്നൊക്കെയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു സർദാർജീനെ കാണാം. ഈ ഗുണ്ടകളാകുമ്പോൾ ഒപ്പം ഒരു സർദാർജി മസ്റ്റല്ലേ. നിങ്ങൾ അനിമൽ സിനിമയൊക്കെ കണ്ടിട്ടില്ലേ? അപ്പോൾ ഈ സർദാർജീൻ്റെ ഇന്ന് വരെ കാശ് അടിച്ച് മാറ്റിയെന്ന് പറയും. എന്തിന്? പാവപ്പെട്ടവർക്ക് റീൽസ് എടുക്കാൻ വേണ്ടി ഭക്ഷണം കൊടുത്ത ഹോട്ടലിൽ നിന്ന് മേടിച്ച ഭക്ഷണത്തിൻ്റെ പൈസ പോലും കൊടുക്കാത്തവനാണ് ഈ അനസ് പെരുമ്പാവൂർ എന്ന് പറഞ്ഞില്ലേ? അപ്പൊ പിന്നെ ഒപ്പം നിൽക്കുന്നവന് മൂഞ്ചിക്കായിരിക്കോ? शाजी हाँ बोलो। ओए सिंह बोल रहा है तो तेरे को पेमेंट डाल दिया है उन्होंने, तो तुमने मेरे को पेमेंट क्यों नहीं डाला? वो व्हाट्सएप में वो करेगा, वो व्हाट्सएप में नहीं, वो व्हाट्सएप में तेरे को पेमेंट डाला कि नहीं डाला आनंद ने? ओके 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 ओके। वो नहीं, मैं पुलिस केस करांगा तेरे ऊपर, पुलिस में कंप्लेन करांगा। बे मत सोचना कि पैसा मैं खा जाऊंगा इसका। एक तो मैं जो तेरी माँ का इलाज किया पैसा दिया तेरे को, तूने वो भी पैसा नहीं दिया मेरे को, और तू मेरा पैसा भी पेमेंट लेके और तू पैसा खा गया। कितना कितना पैसा दिया उसने, बॉस ने, अनंत ने कितना पैसा दिया था तेरे को? उसने कितना रुपया मालूम नहीं कितना? तो तुमने मेरे को क्यों नहीं डाला पैसा? 60,000 60,000 तो नहीं, जो तेरे को पैसा पेमेंट दे दिया था मेरा, फिर तुमने क्यों नहीं डाला मेरे को? हाँ कितना रुपया में? कितना? 45 एक 10 एक 45,000 पेमेंट महीने का। हाँ बोलो, वो उसको बोलो वो मैसेज दिएगा ना, बोलो। नहीं, तेरे को दे दिया पैसा बॉस ने। हाँ बोलो 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 नाम बोलो। नहीं तेरे फोन करेगा, तेरे अकाउंट में डाला पैसा। हाँ वो फोन। ഇത് അനസ് കേൾക്കുമ്പോൾ അനസിനെ പ്രൊമോട്ട് ചെയ്യണമെന്ന് അനസ് വിചാരിക്കുള്ളൂ. കാര്യം അത് തള്ളക്ക് വിളിക്കുന്ന അനസേ വേറെ ഒന്നുമല്ല. പൈസ കൊടുക്കാൻ ഇന്ത്യക്കാരൻ എന്താ പറയുക, കയ്യിൽ മേടിച്ച പൈസയും ആ സെക്യൂരിറ്റി ആയിട്ട് കൂടെ നടന്നതിന്റെ പൈസയും ചോദിക്കാനാണ്.
അവരെ വരെ നിങ്ങൾ പറ്റിച്ചില്ല അനസേ. എങ്ങനെ ഇരിക്കണ് അനസ് പെരുമ്പാവൂർ എന്ന് പറഞ്ഞ് ഇപ്പൊ ദുബായിൽ ഇങ്ങനെ എങ്ങാണ്ട് പോയിട്ട് വലിയൊരു സ്ഥാപനമൊക്കെ തുടങ്ങി എന്ന് പറയുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ നാട്ടുകാരെ പറ്റിച്ചു പോയതാണ്, ഒപ്പമുള്ള ഗുണ്ടകളെ തന്നെ മുക്കിയിട്ട് പോയതാണെന്നൊക്കെയാണ് ഔറംഗസേബ് പറയുന്നത്. ഈ ഹിന്ദിക്കാരൻ പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഹിന്ദിക്കാരനെയും പൈസ പറ്റിച്ചിട്ടുണ്ട്. 45,000 10,000 55,000 രൂപ ഹിന്ദിക്കാരനെയും മൂഞ്ചിച്ചു എന്നാണ് പറഞ്ഞത്. പിന്നെ പേടിയുണ്ട്, കാര്യം പുള്ളി പലർക്കും പണി കൊടുത്തിട്ടുണ്ട്, എനിക്കറിയാം എന്റെ അറിവില്. അതെന്ത് പണിയാ? പുള്ളിയുടെ വീടിന്റെ അടുത്തൊരു ഉസ്താദ് ഉണ്ട്. ഉസ്താദാ? ഉസ്താദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉസ്താദ്. ആ ഉസ്താദിന്റെ അടുത്ത് പള്ളിയിൽ ഉസ്താദ്? പള്ളിയിലല്ല, ഒരു ഉസ്താദ് എന്നാണ് പറഞ്ഞ പുള്ളിനെ അറിയപ്പെടുന്നത്. പള്ളിയിലൊന്നും പോവാത്ത വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഉസ്താദാണ്. എന്ന് വെച്ചാൽ പുള്ളിനെ കൊണ്ട് മുട്ടയിൽ കൂടോത്രം ചെയ്യിച്ചിട്ട്, ഇപ്പൊ എനിക്കെതിരെ ആണെന്നുണ്ടെങ്കിൽ എനിക്കെതിരെ മുട്ടയിൽ കൂടോത്രം ചെയ്യാം. എന്നിട്ട് രാത്രി ആകുമ്പോൾ എനിക്ക് ഛർദില്, പനി, തലകറക്കം, ബോധമില്ലായ്മ, ഇതൊക്കെ ചെയ്യാനാണ് പുള്ളിയുടെ മെയിൻ പണി. ഇതാണ് പുള്ളിയുടെ പണി. കാലഘട്ടത്തിൽ ഉറപ്പായിട്ട് ആ സംഭവം ഉണ്ട്. കാര്യം പുള്ളിയുടെ പണി എന്ന് വെച്ചാൽ അനസിന്റെ പണി എന്ന് പറഞ്ഞാൽ മുട്ടയിൽ കൂടോത്രം ചെയ്യുക എന്നുള്ളതാണ് പണി. അല്ലാണ്ട് പ്രത്യേകിച്ച് പറഞ്ഞ കാര്യം പറഞ്ഞില്ല, സ്കെച്ച് വരക്കുക, എന്റെ കടക്കാരൻ രക്ഷപ്പെടുക, അങ്ങനെയുള്ളതല്ല. ഇതൊക്കെ തന്നെ പുള്ളിയുടെ മെയിൻ പണി. പക്ഷേ പുള്ളിനെ ഞാൻ കളിയാക്കി പറഞ്ഞതല്ല. എല്ലാവർക്കും വിചാരം ഞാൻ പുള്ളിനെ താറടിക്കണാണ്, കളിയാക്കണാണ്, അങ്ങനെ ഒരു വിചാരം എല്ലാവർക്കും ഉണ്ട്. കാര്യം ഉള്ള സംഭവം നടന്നു. ഞാനിപ്പോ ഒരുപാട് പിള്ളേരായിട്ട് കമ്പനി അടിച്ചും ഒരുപാട് ഗ്യാങ്ങായിട്ടൊക്കെ നിന്ന ആളാണ്. ഞാൻ പുള്ളിയിൽ കണ്ടേക്കുന്ന പണികളും ഇതൊക്കെ തന്നെയാണ് പണി. മുട്ടപ്പണിയിൽ കൂടോത്രം ചെയ്യാൻ ആളെ ആവശ്യതാക്കിയിട്ടാണ്. മുട്ടയിൽ കൂടോത്രം ചെയ്തിട്ടാണോ ഗുണ്ടയായത്? എടാ മുട്ട ഗുണ്ടയാണോ ഇനിയിപ്പോൾ ഈ അനസ് പെരുമ്പാവൂര്? സാധാരണ ആളുകളെ സ്കെച്ച് ചെയ്ത് വരഞ്ഞ് കൊട്ടേഷൻ അടിച്ച് സ്വർണം പിടിച്ച് അങ്ങനെ നടക്കുന്നൊരു ഗ്യാങ് ലീഡർ അനസ് പെരുമ്പാവൂർ എന്നൊക്കെയാണ് ന്യൂസുകളിലും പത്രമാധ്യമങ്ങളിലും. പോലീസ് റെക്കോർഡ്സിൽ അവൻ കൊട്ടേഷൻ ഗുണ്ട, എന്നാൽ ഗുണ്ടകൾക്കിടയിൽ അവൻ മുട്ട ഗുണ്ട. അതാണോ അനസ് പെരുമ്പാവൂർ? വല്ലാത്ത വെളിപ്പെടുത്തലായിപ്പോയി ചെങ്ങാതി ഇത്. ഷിയാസ് കരീമിന്റെ അടുത്ത് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്. ഷിയാസ് കരീമെ ഒരു കാര്യം പറയാം, നിങ്ങളെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതെ, ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ നിങ്ങളുടെ ബാഗിലൊക്കെ ഗോൾഡൊക്കെ കൊടുത്ത് കത്ത് വരാൻ ചാൻസ് ഉണ്ട്. കട്ടിക്കണ്ടവരുടെ കട്ട മുതലൊക്കെയാണ്. അപ്പൊ നിങ്ങൾ അതിലൊക്കെ കുറെ പെടാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഓരോ വീഡിയോസും ഇതൊക്കെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അവന്റെ ഒപ്പം വീഡിയോസ്, അനസിന്റെ ഒപ്പം വീഡിയോസ് വരുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. നിങ്ങൾക്കൊരു ക്ലീൻ ഇമേജ് ഉണ്ട്, അത് നിങ്ങൾ കളയാണ്ട് നോക്കാം. അല്ലെ, പെരുമ്പാവൂരൻസായിട്ട് ഈ പറയുന്ന ഷിയാസ് കരീം കേക്ക് മുറിച്ച് ആഘോഷിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പൊ ഓരോരുത്തരെ ഇഷ്ടമാണ് ആരുടെ കമ്പനി. ഫിറോസ് കുന്നപ്പറമ്പിലും അജ്മൽ ഖാനും അല്ലേ ആ വീഡിയോന്റെ ബാക്കിലുണ്ടായിരുന്നേ. അപ്പൊ എന്താ ഷിയാസ് കരീമിനെ മാത്രം ഒരു ശ്രദ്ധിക്കാൻ പറയല്? സംഗതി എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം പോലീസ് ഗുണ്ടാ ലിസ്റ്റിലുള്ള, അല്ലെങ്കിൽ പോലീസ് കാപ്പ ചുമത്തിയ, പോലീസ് വാണ്ടഡ് ലിസ്റ്റിലുള്ള ഒരു വ്യക്തി നാട് കടന്ന് വേറെ രാജ്യത്ത് ചെല്ലുമ്പോഴത്തേക്ക് പുണ്യാളാവുന്നില്ലല്ലോ. ഇനിയിപ്പോൾ ഇയാൾ പറഞ്ഞ പോലെ മുട്ടയുടെ കൂടോത്രവും നാട്ടുകാരെ പറ്റിച്ചിട്ടുള്ള പോക്കുവാണെന്നുണ്ടെങ്കിലും, പക്ഷെ ഇയാൾ ഇങ്ങനെ എന്താണ് ഗുണ്ടയായെന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. എന്താണെങ്കിലും ഷിയാസ് കരീമിനോട് ശ്രദ്ധിക്കാനാണ് ഈ വ്യക്തി പറഞ്ഞിട്ടുള്ളത്. പിന്നെ എങ്ങനെ ഷിയാസ് കരീം ഈ ന്യൂസ് 18 ഇതിൻ്റെ ഭാഗമാണ് ഷിയാസ് കരീം എന്നൊക്കെ പറഞ്ഞാൽ അവർ പടച്ചു വിട്ടത്? തള്ളാണല്ലോ ന്യൂസ് 18. അപ്പോൾ ആദില നൂറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ യൂട്യൂബിലൊക്കെ ഒരുപാട് ചാനലിലൊക്കെ സംസാര വിഷയ ഒരു ഫാമിലിയാണ് അവര്. പക്ഷെ പെണ്ണും കല്യാണം കഴിച്ചു, കല്യാണം കഴിച്ചൊരു ഇതാണ്. അത് കഴിഞ്ഞിട്ട് ഈ കേസ് അനസിന്റെ ചുവട്ടിൽ എങ്ങനെ അറിഞ്ഞ് ഇവര് അനസ് വലിയ ആളാണെന്ന് വിചാരിച്ചിട്ട് അനസിനോട് ഒന്ന് സംസാരിച്ചിട്ടുണ്ട്. എന്ത് പറഞ്ഞു? ഞങ്ങളെങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം, ഹെൽപ്പ് ചെയ്യണമെന്ന് വിചാരിച്ച്. അത് കഴിഞ്ഞ് അനസ് ഇവരുടെ വേഗം കുടുംബക്കാരെ വിളിച്ചിട്ട് അനസ് പറഞ്ഞു, ഇവരെ ഞങ്ങൾ ലോക്കാക്കി തരാം, ഇവരെ പിരിച്ചു തരാം, ഒരു 10 ലക്ഷം രൂപ തരാൻ പറയാം. അനസിനെ വിളിച്ച് അദിനാന്റെ ഒരു കൂട്ടുകാരൻ തന്നെയാണ് അവര്, ഒരു റിലേറ്റീവ് ആണെന്ന് എനിക്ക് തോന്നണേ. അങ്ങനെ അദിനാൻ വഴിയാണ് അനസിനോട് ഇവര് സംസാരിക്കുന്നത്, ഇവർക്കൊന്ന് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്നുള്ള രീതിയിൽ. അനസ് വേഗം എന്ത് ചെയ്ത് ഇവരുടെ വീട്ടുകാരെ അറിയിച്ചിട്ട് പറഞ്ഞു, ഇവരിങ്ങനെ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്, ഒരു 10 ലക്ഷം രൂപ വന്നു കഴിഞ്ഞാൽ ഇവരെ വേറെ പിരിച്ചു തരാന്ന് പറയാം. അങ്ങനെ ഇവരുടെ വീട്ടുകാരിൽ നിന്ന് 10 ലക്ഷം രൂപ അടിച്ച് ഈ പിള്ളേരെയും പറ്റിച്ച്. എന്നിട്ട് ആ പിള്ളേര് അവരോട് സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി കേൾപ്പിച്ചു. ശരി. അപ്പൊ ആദില നൂറ അറിയാലോ, ഒരുപാട് വിവാദമായതാണ് ഇവരുടെ ഒരു റിലേഷൻഷിപ്പും. മീഡിയാസൊക്കെ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഇവർ ആ പ്രശ്നങ്ങൾ നടന്ന സമയത്ത് അനസ് പെരുമ്പാവൂർ ഒരു ലോകോത്തര ഗുണ്ടയല്ലേ. ഒരു ഗുണ്ടയുടെ പ്രൊട്ടക്ഷൻ വേണമല്ലോ, കാരണം ആ കുട്ടിയെ വീട്ടുകാർ കൊണ്ടുപോകലും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നല്ലോ. ഒരു ഗുണ്ടയുടെ ഹെൽപ്പ് കിട്ടിക്കൊട്ടേച്ച് പോയതാണ്. പക്ഷെ അവിടെ അനസ് പെരുമ്പാവൂർ ഡബിൾ ഏജന്റ് ആയി എന്നാണ് പറയുന്നത്. ഗുണ്ടയിൽ നിന്ന് മാറി ഡബിൾ ഏജന്റ്. ഇവിടുന്നും കാശടിക്കണം, അവിടുന്നും കാശടിക്കണം, എന്നിട്ട് ലാസ്റ്റ് രണ്ടാളെയും മൂഞ്ചിച്ചിട്ട് പോകണം. കൊള്ളാലോ അനസ് പെരുമ്പാവൂർ. എല്ലാരും നോക്കുമ്പോ ചിന്തിക്കും എല്ലാ ന്യൂസിലും തന്നെ പെരുമ്പാവൂർ അനസിന് പങ്കുണ്ട് എന്ന് പറഞ്ഞത്. ഈ ന്യൂസിന്റെ ഇതിൽ വിളിച്ചു പറയണ ഞാനാണ്.
കാര്യം രാവിലെ എണീച്ച് പത്രം നോക്കും, ഏതൊക്കെ കേസ് ഇവിടെ ഉണ്ടായിരുന്നു, ഏതൊക്കെ കേസ് ഉണ്ടെന്ന്. ആ പത്രം നോക്കിയിട്ട്, ആ പത്രത്തിൽ നോക്കിയിട്ട് ആ പത്ര ഓഫീസിലേക്ക് വിളിച്ചു പറയും, ഇതിൽ പെരുമ്പാവൂരൻസിന് പങ്കിട്ടെന്ന് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് സംസാരിക്കേണ്ട, അല്ലെങ്കിൽ പെരുമ്പാവൂരൻസിന് പങ്കുണ്ട്, അല്ലെങ്കിൽ സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് വേറൊരു ഡ്യൂപ്ലിക്കേറ്റിന് സിം എടുത്തിട്ട് പെരുമ്പാവൂരൻസിന്റെ പങ്കുണ്ടെന്ന് പറയുമ്പോൾ ഓൾറെഡി ന്യൂസിൽ അത് എഴുതി കാണിക്കും, പെരുമ്പാവൂരൻസിന്റെ പങ്കുണ്ട് ന്യൂസിൽ വരും. അപ്പൊ എല്ലാവരും നോക്കുമ്പോൾ ഇതിലും പെരുമ്പാവൂരൻസ് ഉണ്ടാ, ഇതിലും പെരുമ്പാവൂരൻസ് ഉണ്ടാ. അതുപോലത്തെ ഒരു അബദ്ധം പറ്റിയൊരു സംഭവം ഉണ്ട്. കുറെ നാള് ഫസ്റ്റ് ടൈമിൽ ഇവനെ പ്രൊമോട്ട് ചെയ്തിരിക്കുന്ന സമയത്ത് ബില്ലാദൻ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞൊരു ന്യൂസ് വന്നു. ബില്ലാദൻ മറ്റേ താലിബാന്റെ ബില്ലാദൻ. രാവിലെ ഞാൻ വിളിച്ചിങ്ങനെ ബില്ലാദൻ ഇങ്ങനെ കൊല്ലപ്പെട്ട്. മോനെ എന്ത് സംഭവം? ബോംബിട്ടാണ് കൊന്നത്. മോനെ ബോംബിട്ടാണ് കൊന്നെന്ന് പറയുന്നത്. ഞാൻ പറയണു എന്നൊക്കെ ബോംബിട്ടാ കൊന്നേക്കണത്. അപ്പൊ ബില്ലാദൻ നമ്മൾ ഓൾറെഡി വലിയ ആരാധനയുള്ള ആളാണ്. അതെങ്ങനെയാ അപ്പൊ ഓൾറെഡി കൊല്ലപ്പെടുത്തപ്പോ മോനെ നമ്പർ എടുത്തേ. അപ്പൊ ഞാൻ നമ്പർ പോലീസ് സ്റ്റേഷനിലേക്ക് ബില്ലാദിനെ കൊല്ലപ്പെട്ടതിൽ അനസ് പെരുമ്പാവൂരിന്റെ പങ്കെന്ന് പറയാൻ പറയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ബില്ലാദ് എന്ന് പറഞ്ഞ അമേരിക്കയിൽ കൊല്ലപ്പെട്ട ആളാണ്, ബില്ലാദ് എന്ന് പറഞ്ഞ താലിബാന്റെ ആളാണ്. ഇത്രയും വലിയ മണ്ടത്തരവും ഇത്രയും ബുദ്ധിയില്ലായ്മയുള്ള ആളാണെന്ന് കൂടി ചിന്തിച്ചാൽ മതി. അന്ന് ഞാൻ ഓൾറെഡി വിളിച്ച് പറഞ്ഞാൽ അതിൽ വന്നേനാ ബില്ലാദ് ഗവൺമെന്റ് അനസ് പെരുമ്പാവൂരിന്റെ പങ്കെന്നും പറഞ്ഞുകൊണ്ട്. അത്രക്ക് പണി പറയാ, അത്രക്ക് ബോധം വിവരമില്ല. പൊട്ടൻ ലോക പൊട്ടൻ. അല്ലാതെ ഞാൻ ഇതിനെന്ത് പറയാനാ? ബില്ലാദിനെ കൊന്നത് അനസ് പെരുമ്പാവൂരാണ് ബോംബിട്ടിട്ടെന്ന് പറയാൻ പറഞ്ഞു. ഇതൊക്കെ ഉള്ളതാണോ ഡേ? തള്ളാണോ ഇനി? ഉള്ളതാണോ ഇതൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു സിനിമയ്ക്കുള്ള വക ഉണ്ടല്ലോ ഇയാളെ വെച്ചിട്ട്. ചട്ടമ്പിനാട് എന്നുള്ള സിനിമയിൽ ഇയാളുടെ ഒരു ക്യാരക്ടർ കൊടുക്കായിരുന്നു. മറ്റേ നമ്മുടെ സലീം കുമാർ ചെയ്ത ക്യാരക്ടർ. ഇയാളെ നേരെ അത് സാധനം കോപ്പി അടിച്ച് വെച്ചാൽ മതിയായിരുന്നു സെക്കൻഡ് പാർട്ട് വരികയാണെന്നുണ്ടെങ്കിൽ. എന്തോന്നാണ് ഇതൊക്കെ? നിങ്ങളോട് പറയാൻ പഠിക്കുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. ഇതിന്റെ പുറകെ നിങ്ങൾ അറിയാത്ത ഒരാളും കൂടി ഉണ്ട്. അതെനിക്ക് പറയാനുള്ള ഒരു പേടിയും ഭയമൊക്കെ ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാത്തരം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഒരു പേടിയും കാര്യമില്ലാണ്ടാണ് പറഞ്ഞത്. കാര്യം പുള്ളി അയാളെ കണ്ടാണ് പഠിച്ചതും അയാളുടെ പാഠങ്ങൾ അല്ലെങ്കിൽ അയാൾ കണ്ട ഇത് അയാളുടെ ജീവചരിത്രം ഇത് കണ്ടാണ് അനസ് പെരുമ്പാവൂർ ഇത്ര ആയത്. അയാൾ ജീവിച്ചിരിപ്പില്ലെങ്കിലും നമ്മളിപ്പോ നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും അയാളുടെ കഥകൾ കേട്ട് തന്നെ വളർന്നിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് അയാളുടെ പേര് പറയാൻ മടിയാണ്. കാര്യം തവണ പല പോലീസുകാരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, എടാ അനസിന്റെ പുറകിൽ ആരാടാന്ന്. അവരോട് പറയും തല്ലുകൊണ്ടുപോലും ഞാൻ പറഞ്ഞിട്ടില്ല. കാര്യം എനിക്കത് പറയാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. കാര്യം വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്താ. അനസ് തന്നെ പലവട്ടം വന്നിട്ടുണ്ട്, എന്റെ ഇന്നലെ നാളെ നീന്റെ ശത്രുവാവുക, ശത്രു ആയി കഴിഞ്ഞാൽ പോലും നീ ഇത് വെളിപ്പെടുത്തരുത്. കാര്യം അത് മറ്റുള്ളൊരു തലമുറക്കാണെങ്കിലും അത് ഭയങ്കര പ്രശ്നം വരും എന്നറിയാം. പേര് പറഞ്ഞു വലിയ വിഷയങ്ങളുണ്ടാവും. ഇത്രയും കാര്യങ്ങൾ തുറന്നു പറഞ്ഞ സ്ഥിതിക്കും ഇത്രയും മനസ്സിൽ ഇങ്ങനെ ആളായി എന്നുള്ള പറഞ്ഞ സ്ഥിതിക്കും തുറന്നു പറയാണ്ട് ഒരുവിധ ആൾക്കാർക്ക് കത്തിയിട്ടുണ്ടാവാം. ചില ആൾക്കാർ കത്തിയിട്ട് പറയാനുള്ള മടി കാരണം നിൽക്കണ്ടായിരുന്നു. എന്നാലും എനിക്കത് അനുവിനോട് പറയണമെന്നുണ്ട്, ഇപ്പൊ ജനങ്ങളോട് പറയണമെന്നുണ്ട്, ഈ ഒരു എന്താ പറയുക പ്ലാറ്റ്ഫോമിൽ അത് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ പറയാൻ പോണാണ്, ഇതൊരിക്കലും ഒരു സീനോ പ്രശ്നമായിട്ട് എടുക്കരുത്. അല്ല, ആൾ ഓൾറെഡി മരിച്ചു പോയാലും പുള്ളി ടോപ്പ് തന്നെയാണ്, ഉറപ്പായിട്ടും. പുള്ളിയിൽ നമ്മൾ ഇന്നും പേടിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇന്നും പേടിക്കും, ഉറപ്പായിട്ടും. ഭയം ഉണ്ടാവും. ഏത് കുട്ടികൾക്കാണെങ്കിലും ആരൊക്കെയാണെങ്കിലും ഒരു ഭയം ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ അത് ഞാൻ പറയാൻ പോണാണ്. ഇത്രയും നമ്മുടെ എപ്പിസോഡ് കണ്ട് ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കിയ എല്ലാവരോടും പുള്ളിയുടെ ബോസ് എന്ന് പറഞ്ഞത് ശിക്കാരി ശംഭു എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാലരമയിലും ഇതിലൊക്കെ ഉള്ള ശിക്കാരി ശംഭു ഉണ്ട്. ശിക്കാരി ശംഭുവിന്റെ കുറെ കഥകൾ ബാലരമയിൽ പുള്ളി വായിക്കാറുണ്ട്. പുള്ളിക്ക് ബാലരമ ഭയങ്കര ഇഷ്ടമാണ്. അതുള്ള സംഭവം കാര്യം വെച്ചാൽ കോമഡി ആയിട്ട് പറഞ്ഞതല്ല. ശിക്കാരി ശംഭു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിയുടെ മൊബൈലിലെ ആദ്യത്തെ ഫോട്ടോ തന്നെ ഫ്രണ്ടിൽ ശിക്കാരി ശംഭുവിന്റെ ഇതാണ് ഡിസ്പ്ലേ ഇട്ടുകൊണ്ടിരുന്നത്. എന്തോന്നടേ ഒരു മനുഷ്യനെ ഇങ്ങനെ ഗുണ്ടല്ലേ ഒന്നില്ലെങ്കിൽ ആളെ ഇങ്ങനെ ട്രോളാൻ പാടിയൂടെ? വേറൊരു ഗുണ്ട വന്നിരുന്നിട്ട് ശിക്കാരി ശംഭു പോലും അല്ല. പറഞ്ഞ കഥയൊക്കെ വെച്ച് നോക്കുമ്പോൾ ചക്കട്ട് മുയലേത്ത് ഗുണ്ടായതാണെന്നൊരു തോന്നൽ എനിക്കും വരുന്നുണ്ട്. അപ്പം എന്താണെങ്കിലും ഈ ചർച്ചകളിലേക്ക് വഴി നയിച്ചതും അല്ലെങ്കിൽ ഈ വ്യക്തി വന്നിപ്പോൾ ഇങ്ങനെ പറയാനുണ്ടായതിൻ്റെ ഒരു പ്രൈം റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനസ് പെരുമ്പാവൂർ എന്ന് പറഞ്ഞ ഗുണ്ട നാസ്കോ ലീഗൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി തുടങ്ങിയ പോലും, ഡോക്യുമെൻറ്റ്സ് ക്ലിയറിംഗ് സർവീസ് എന്ന് പറഞ്ഞിട്ട് ദുബായിലെങ്ങാണ്ട് ഒരു കമ്പനി തുടങ്ങി. അതിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ കമ്പനിയുടെ ഇനാഗുറേഷൻ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഒരുപാട് സൂപ്പർ സ്റ്റാറുകൾ കേരളത്തിൽ നിന്നും പിന്നെ അവിടെയുള്ള നമ്മുടെ പുറത്തുള്ള കുറേ ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ അവിടെ പോയി അവരാണിത് സെറ്റാക്കി കൊടുത്തത്. അപ്പോൾ ആ കൂട്ടത്തിൽ പോയ ആളുകളും അവരുടെ വീഡിയോയിൽ നിന്നുമാണ് ഇതിൻ്റെ ഒരു തുടക്കം എന്നാണ് എനിക്ക് മനസ്സിലായത്. ആ ഒരു വീഡിയോ അവിടെ പ്ലേ ചെയ്യാം. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ വാഹിദ്, ഇത് വാഹിദ്, ശ്വേത മേനോൻ, സ്വാസിക, ഇത് ഷിയാസ് കരീം,
ഇത് ഫൈസൽ കാ, ഇത് മാൽവിക, അതാരോ ബാക്കി ബാക്കി ഇനി വരും. എന്നാ ഒന്നുകൂടി ഞാൻ പൊളിച്ചുതരാം. സുഹൃത്തുക്കളെ, വായുവാണ് മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച നടിമാരിൽ അത് ശ്വേതാ മേനോനി, മാളവിക മേനോനി, സുഹാസിനി. അതേപോലെ നമ്മുടെ അനസ്കാറിന്റെ പുതിയൊരു സ്ഥാപനം ദുബായിൽ ഇന്ന് ഇനാഗ്രേഷൻ ചെയ്തിരിക്കുകയാണ്. സിയാസ് കണ്ട്, ഫൈസൽ കണ്ട്. വാഹിദ് ദുബായിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ബ്ലോഗറാണ്. അപ്പോൾ നാസ്കോന്റെ ലീഗലില് ഒരു ഓഫറാണ്, ഗവൺമെന്റ് ചാർജ് മാത്രം പേ ചെയ്താൽ മതി, ബാക്കി സർവീസ് ചാർജ് ഒക്കെ 100% ഫ്രീ ആണ് അല്ലേ? എല്ലാം ഫ്രീ അല്ല? അപ്പൊ ചേതാമനൊക്കെ പങ്കെടുക്കുന്ന പരിപാടി ഉറപ്പല്ലേ? 100%. നാസ്കോ ലീഗൽ ഡോക്യുമെന്റ്സ് ക്ലിയറൻസ് സർവീസിന്റെ ഈ സ്ഥാപനത്തിന്റെ ഇനാഗ്രേഷനോടനുബന്ധിച്ചിട്ട് ഈ 10 ദിവസം ഇവിടെ ഗവൺമെന്റ് ഫീസ് ഒഴികെ എല്ലാ സർവീസും ഫ്രീ ആണ്. അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ പറഞ്ഞ ദുബായ് ജാഫ്ലിയ അൽ അന സെന്റർ. വന്നു ഉഷാറായിക്കണം മക്കളെ. ഓക്കെ, അപ്പൊ ഇത് ഈ ഒരു റീൽ വീഡിയോ മില്യൺ പോയിട്ടുണ്ട്. ഇതിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ ഔറംഗസേബ് ഒക്കെ വന്നിട്ടുള്ളത്. കാരണം ഇത്രയും ആളുകൾ അവിടെ പോയി ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് പോയി അവർ ഉദ്ഘാടനം ചെയ്തു പോന്നു. ഓക്കെ, ഇതിൽ നമ്മളെ ഒരുപാട് പേരുണ്ട് കേട്ടോ. ഫൈസൽ AK മലബാർ ഗ്രൂപ്പിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, അപ്പം അങ്ങേരൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഒരുപാട് പേരുണ്ട്. സിനിമ നടൻ, നടിമാർ, ഇൻഫ്ലുവൻസേഴ്സ്, ബിസിനസ്മാൻ, ചാരിറ്റി വർക്കേഴ്സ് എല്ലാവരും കൂടി പോയി ചെയ്ത പരിപാടിയാണ്. അപ്പോൾ ഈ ഒരു വിഷയം ഇപ്പോൾ ഇങ്ങനെ ഒരു ഗുണ്ട വന്നിട്ട് പറയുകയാണ് അനസ് പെരുമ്പാവൂർ ഒന്നുമല്ല, വെറും ശിക്കാരി ശംഭുവാണ്. പിന്നെ ഇപ്പോൾ അനസ് പെരുമ്പാവൂർ ഇനി ഗൾഫിൽ നിന്ന് ഈ സ്വർണ്ണക്കടത്തടക്കമുള്ള പരിപാടികൾ നടത്താൻ ചാൻസ് ഉണ്ട്, അത് ഇവരിലൂടെയാകാം എന്ന് പറഞ്ഞ് ഇയാളുടെ വെളിപ്പെടുത്തലും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു റീലും ഇയാളുടെ ഒരു സ്ഥാപനം തുടങ്ങലും അതിൽ നിന്ന് ന്യൂസ് 18 പിന്നെ പിടിച്ചു കയറി ഇനിയിപ്പോൾ ഇത് NIA വരെ എത്തുമെന്നുള്ളത് കണ്ടറിയണം കോശി. അങ്ങനെയാണ് ഈ സംഗതികളുടെ ഒരു മൊത്തത്തിലുള്ളൊരു കിടപ്പ് വശം ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ഇനി ഇത് എന്താണ് ഇതിൻ്റെ റിയാലിറ്റി, ഇതിൻ്റെ ബാക്കാനോ? അനസ് പെരുമ്പാവൂർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം തട്ടിപ്പും വെട്ടിപ്പും എല്ലാ കാര്യം, എന്തോ ട്രേഡിങ് തട്ടിപ്പിലൊക്കെ ആൾ മുങ്ങിയതാണ്. പിന്നെ ഈ സ്വർണം അവിടെ നിന്ന് ഇങ്ങോട്ട് വിദേശത്ത് നിന്ന് കടത്തുന്നവരെ സ്കെച്ച് ചെയ്ത് അവരെ പ്ലാൻ ഇട്ട് അവരിൽ നിന്ന് സ്വർണം അടിച്ചു മാറ്റുന്ന രീതിയിലുള്ള ഉടായ്പ പരിപാടിയൊക്കെ ഇയാൾ ചെയ്തിട്ടുണ്ട്. ഇയാളുടെ ടീം എന്നുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഇയാൾക്കുണ്ട്. അപ്പം മൊത്തത്തിലൊരു അന്വേഷണം എന്താണെങ്കിലും വരും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മാക്സിമം ഞാൻ പറയുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പരിപാടിക്ക് വിളിക്കുമ്പോൾ ആദ്യം ഒന്ന് നോക്കുക. ഓക്കെ, ഇതിപ്പോൾ ഈ പോയ ഇൻഫ്ലുവൻസേഴ്സിനും നടിമാർക്കും നടന്മാർക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ ബിസിനസ്സുകാർക്കൊക്കെ അനസ് പെരുമ്പാവൂർ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരു ഗുണ്ട ആണ് എന്നുള്ളത് അറിയാതിരിക്കുന്നില്ലല്ലോ. അത്യാവശ്യം കേരളത്തിലൊരു ഗുണ്ട സെറ്റപ്പ് കൊട്ടേഷനുള്ള ഒരാളാണെന്നുള്ളത് അറിയാതിരിക്കുന്നില്ല. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാവും പോയിട്ടും ഉണ്ടാവുക. പിന്നെ അവർ നോക്കിയിട്ടുണ്ടാവുക അവരുടെ ദേഹത്തേക്കോ അല്ലെങ്കിൽ അവരുടെ അടുത്തേക്കോ ഈ ഗുണ്ട സെറ്റപ്പ് വരുന്നില്ലല്ലോ. അവരെ പൈസ കൊടുത്തിട്ടുള്ള സ്ഥാപനത്തിൻ്റെ ഇനാഗ്രേഷൻ വിളിച്ചു, അവർ പോയി. പക്ഷെ ഞാൻ പറയുമ്പോൾ മാക്സിമം ഇങ്ങനത്തുള്ള പരിപാടികളിൽ പോയിട്ട് തല വയ്ക്കാതിരിക്കുക. തല വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു വട്ടം വെച്ചാൽ പിന്നെ പെട്ടതാണ്. ഇതിപ്പോൾ ഷിയാസിൻ്റെയൊക്കെ പേരിൽ ഓൾറെഡി ഒരു കേസും സംഗതികളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. പിന്നെ ഷിയാസൊക്കെ സോഷ്യൽ മീഡിയയിൽ കുറച്ചും കൂടി ആക്റ്റീവ് ആയതുകൊണ്ട് ഷിയാസിൻ്റെ പേരിലേക്കൊക്കെ ഇത് കൂടുതലായിട്ട് എഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഈ സ്വർണ്ണക്കടത്ത് ഷിയാസ് കരീം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടുപോയില്ലേ. ഷിയാസ് ഇന്നലെ ഒരു ലൈവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതും കൂടി ഞാൻ ഇവിടെ വെക്കാം. പിന്നെ ഇന്നും നമ്മുടെ പേര് വീണ്ടും ഒരു ചാനലിൽ വരുന്നുണ്ട്, ന്യൂസ് 18. അതിൽ ആള് അല്ലെങ്കിൽ ഒരു ക്വാളിറ്റിയില്ലാത്ത മനുഷ്യനാണ്. അതിൽ എൻ്റെ പേര് അങ്ങോട്ട് ചോദിക്കുകയാണ്. ഈ വ്യക്തി എതിരിരിക്കുന്ന വ്യക്തി പറയുന്നില്ല എൻ്റെ പേര് അങ്ങോട്ട് ഷിയാസ് കരീമിന് ഇതിൽ ബന്ധമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ കാണുമ്പോൾ ഇത് എനിക്ക് വന്നൊരു ഇത് വായിച്ചു വിടാം. എന്താ ചെയ്യുന്നത്, അനസ് പോയത് സ്വർണം കടത്താൻ ഷിയാസ് കരീം കൂടെ ഉണ്ട്. അപ്പോൾ ഇത് വായിക്കുന്ന ആളുകളായിരിക്കും ഞാനെന്തോ സ്വർണം കടത്തുകാരനാണെന്ന് ചോദിക്കും, ഞാനെന്തോ ഗുണ്ടയാണ്, ഞാനെന്തോ വലിയ എന്തോ ഇത്. അപ്പോൾ നമുക്ക് മനസ്സവാചകം അറിയാത്തൊരു കേസാണ്. കാര്യം നമ്മൾ എയർപോർട്ട് പോയാണ് ട്രാവൽ ചെയ്യുന്നത്, എൻ്റെ ഓൺ പാസ്പോർട്ടിലാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ചെക്കിങ് ചെയ്ത് ഫുൾ ക്ലിയറൻസ് ചെയ്താണ് നമ്മളൊക്കെ പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ നമുക്ക് ഈ ഗുണ്ട അല്ലെങ്കിൽ മറ്റൊരാളെ തട്ടിപ്പറിച്ച് വാങ്ങിച്ചും അല്ലെങ്കിൽ ഈ സ്മഗ്ലിങ് കള്ളക്കടത്തൊക്കെ നടത്തി ജീവിക്കുന്നത്, ഞാൻ നല്ല പണിയെടുത്താണ് ജീവിക്കുന്നത്, അന്തസ്സോടെ ജീവിക്കുന്നത്, എൻ്റെ കുടുംബം പോറ്റുന്നത്. അപ്പോൾ ഈ പറയുന്ന ആൾക്കാർ അതൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഈ ഒരാളെ ഇങ്ങനെ പറയുന്നത്, ഒന്ന് അവരുടെ ടീമിലേക്ക് എന്നോട് ചോദിപ്പിക്കാം. പിന്നെ ഞാൻ എന്താ പറയുക, ഞാൻ ദുബായിൽ ഉദ്ഘാടനത്തിന് പോയി. അനസ് പെരുമ്പാവൂർ, അനസിക്ക നമ്മുടെ നാട്ടുകാരാണ്, പെരുമ്പാവൂരാണ് പുള്ളിയുടെ വീട്. എൻ്റെ നാട്ടുകാരുടെ രീതിയിൽ എനിക്ക് പുള്ളിനെ അറിയാം.
പുള്ളിയുടെ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിൽ ഞാൻ മാത്രമല്ല ഒരുപാട് നടന്മാരും നടിമാരും ഉണ്ടായിരുന്നു, ഒരുപാട് പ്രമുഖന്മാരും ഉണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ വലിയ ചർച്ചയായി. ഷിയാസ് കരീം ഇതിലുണ്ടോ, ഷിയാസ് കരീം ബന്ധമുണ്ടോ? ഷിയാസ് കരീമിനെ അറിയുന്നതെന്ന് പറഞ്ഞാൽ അനസ് പെരുമ്പാവൂർ എന്ന വ്യക്തിയെ എനിക്ക് കറക്റ്റായിട്ട് അറിയാം. എൻ്റെ നാട്ടുകാരെ ഇതിൽ എനിക്ക് കറക്റ്റായിട്ട് അറിയാം. അല്ലാതെ ഞാൻ ഗുണ്ടാ പണിക്കോ സ്മഗ്ലിങ്ങിനോ അല്ലെങ്കിൽ സ്വർണ്ണം കടത്തിനോ അങ്ങനത്തെ പരിപാടിക്കൊന്നും ഞാൻ പോകാറില്ല. വീണ്ടും പറയുന്നു, ന്യൂസ് 18 എന്ന് പറഞ്ഞ ചാനൽ അവർക്ക് എന്താണ് ഇതിൻ്റെ അജണ്ട എന്ന് എനിക്കറിയില്ല. ഞാൻ അവർക്ക് ഇതിൽ അജണ്ട ഉണ്ടെങ്കിൽ പെരുമ്പാവൂർ എൻ്റെ വീട്ടിൽ വരിക, ഡയറക്റ്റ് ഒന്ന് എൻ്റെ അടുത്ത് ചോദിക്കുക. ചാനലിൽ വേറെ ജോലിയൊന്നും ഇല്ലെങ്കിൽ അത് പൂട്ടിക്കെട്ടി വേറെ പരിപാടിക്ക് പോവുക. മാന്യമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരെ ഇടങ്ങേറാക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഷിയാസ് കരീമിന് ഇതിലുള്ളൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ പറയുമ്പോൾ മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പോൾ പല രാഷ്ട്രീയ നേതാക്കന്മാരും പല ബിസിനസ്സുകാരും ഈ നാട്ടിലെ പല ഗുണ്ടകളുടെ ഒപ്പവും പല കൊട്ടേഷൻ ടീമിൻ്റെ ഒപ്പമൊക്കെ നിന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ വിവാദം ചിലതാവാറുണ്ട്, ചിലതാവാറില്ല. ചിലരുടെയൊക്കെ ബന്ധം ആരും അറിയാതെയും പോവാറുണ്ട്. എന്താണെങ്കിലും അനസ് പെരുമ്പാവൂർ എന്ന് പറഞ്ഞ് ഗുണ്ടയാണോ ഉണ്ടയാണോ ഷിക്കാരി ശംഭുവിൻ്റെ പിൻഗാമിയാണോ എന്നുള്ളതൊക്കെ ഇനി സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്യട്ടെ. ന്യൂസ് ചാനലുകൾ എന്തായാലും ഏറ്റെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ NIA അന്വേഷണം ഇതിൻ്റെ പിന്നീട് നടക്കുമോ എന്നുള്ളതൊക്കെ കണ്ടറിയണം കോശി. പോയവരെന്താണെങ്കിലും കുടുങ്ങുന്ന മട്ടിക്കാണ്. കാരണം വെറുതെ എവിടെയെങ്കിലും ന്യൂസ് പൊട്ടി മുളച്ചാലടക്കം അന്വേഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകില്ല അവിടെ. പ്രത്യേകിച്ച് ഇങ്ങനെ ഭയങ്കര വലിയ അലിഗേഷനാണ് ഈ സ്വർണ്ണക്കടത്ത് മറ്റേത് അങ്ങനത്തെയൊക്കെ പരിപാടികൾ. മാക്സിമം ഞാൻ പറയുന്നത് ഇങ്ങനത്തെയൊക്കെ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നോക്കുക. കാരണം അത്ര വെടിപ്പുള്ള ബാക്ക്ഗ്രൗണ്ട് അല്ലല്ലോ. അതുകൊണ്ട് തന്നെ റിലേഷൻ വെക്കുന്നതൊക്കെ പേഴ്സണൽ താല്പര്യം വെക്കാതിരിക്കുക. പക്ഷേ ഇങ്ങനത്തെയൊക്കെ വള്ളിക്കെട്ട് കേസുകൾ പിന്നാലെ വരും എന്നുള്ളതും കൂടി മനസ്സിൽ വെച്ചിട്ട് വേണം ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അത് വേറൊരു കാര്യം. പിന്നെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ക്ലീൻ ആണെങ്കിൽ നോ വറീസ്. നിങ്ങൾ പോയി നിങ്ങൾ അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു നിങ്ങൾ തിരിച്ചു പോകുന്നു എന്നുണ്ടെങ്കിൽ ഒരു വിഷയമുള്ള കാര്യവുമല്ല. ഓക്കെ, അതിൻ്റെ പേരിൽ നിങ്ങളെ കുറേ പേരെടുത്ത് വലിച്ച് കീറി ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലീഗലി അവരെ നേരെ പോവാം. ഓക്കെ.